നോമ്പ് മുറിക്കുന്നതിനെ പറ്റി തമാശ രീതിയിൽ റീലെല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ ലൈക്കും കമന്റെല്ലാം കിട്ടുന്നുണ്ടല്ലേ. അല്ലാഹി ഇത്തിരി പോകുന്ന അറ്റൻഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ചിട്ടാണ് കളിക്കുന്നത്, എത്ര ഗൗരവമുള്ള കാര്യത്തിന് നമ്മൾ ഡീൽ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അള്ളാഹ് ഖുറാനിൽ പറഞ്ഞ കാര്യം, അതായത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഖുറാൻ ആയത്താണ് ഞാൻ പറഞ്ഞത്, സൂറത്ത് തൗബയിലെ 65-ാമത്തെ ആയത്താണ്. അവരോട് ചോദിച്ചാൽ അവർ പറയും, ഇല്ല നമ്മൾ തമാശാക്കുന്നതിന്, നമ്മൾ ഇത് കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നതിന് വിചാരിക്കുന്നത് ഈ ചങ്ങായി എന്തെന്നാ ഇത് തമാശാക്കി എടുത്താൽ പോരെ, എല്ലാം ഇങ്ങനെ സീരിയസ് ആക്കണം. അള്ളാഹു പറഞ്ഞ കാര്യത്തിൽ അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞാൻ വെറുതെ തമാശക്കാക്കിയല്ലേ, എനിക്ക് കുറച്ച് റീച്ച് കിട്ടാനാക്കിയതല്ലേ, കുറച്ച് മെയിൻ ആവാനാക്കിയതല്ലേ. അടുത്ത ആദ്യം ശ്രദ്ധിച്ചോ, ലാ തഅ്തസിറു, ഒരു ഒഴിവായി നിങ്ങൾ പറയണ്ട, ഒരു എക്സ്ക്യൂസും നിങ്ങൾ പറയണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, ഈമാൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ കാഫിറായി പോയിരിക്കും. ദീനിന്റെ പേരിൽ തമാശാക്കിയുള്ള അവസ്ഥ. ഈമാൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ കാഫിറായി പോയിരിക്കും. പക്ഷേ എനിക്കറിയാം ഇത് ഇങ്ങനെ കളിക്കുന്ന ആൾക്കാർ അറിവില്ലാത്തതുകൊണ്ട് ഒരു ഹിയായത്തിനെ പറ്റി ഒരു കേട്ടിട്ടുണ്ടാവില്ല. ഇതിനു മുമ്പ് ഇതിന്റെ ഗൗരവം എന്താ, അള്ളാഹുവിന്റെ ദീനിനെ കളിയാക്കുന്നതിന്റെ സീരിയസ്നെസ് എത്രയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്കത് മനസ്സിലായി, ഇത് എത്രത്തോളം ഗൗരവമുള്ള കാര്യം, ഇത് കുഫറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ ഇതിൽ നിന്ന് മാറിക്കുക. ഇനി ഇങ്ങനത്തെ ഒരു സാധനം കണ്ട് നമ്മൾ വെറുക്കണില്ല. അള്ളാഹുവിന്റെ ദീനിനെ കളിയാക്കുന്ന സാധനം കണ്ടാൽ എനിക്ക് പോയിട്ട് കമന്റ് ഇട്ട് കൊടുക്കാൻ, ലൈക്ക് ഇട്ട് കൊടുക്കാൻ, അടിപൊളി എന്ന് പറയാനല്ല, ബോധമുള്ള മുസ്ലിം ആവാം. ഇനി ഇത് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ആലോചിച്ച് നോക്കുക, ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ആലോചിച്ച് നോക്കുക. ഒരു അത്യാവശ്യം നിസ്കരിക്കുന്ന ഒരു പ്രോപ്പർ ദീനുള്ള ഒരുത്തന് ഓന് എന്താ പിന്നെ ചിന്ത വരിക, കുഴപ്പമില്ല, എല്ലാവരും ഇങ്ങനെ നോമ്പ് മുറിക്കുന്നുണ്ട്, കുറേ സപ്പോർട്ട് ഉണ്ട്, ഇതിനെല്ലാം ഒരു പോസിറ്റീവായിട്ട് എല്ലാം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഞാനും നാളെ മുറിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്ത് മെസ്സേജാണ് ശരിക്കും സൊസൈറ്റിക്ക് കൊടുക്കുന്നത് ആലോചിച്ചിട്ട് മാത്രം സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാം. നമ്മൾ കുറച്ച് ഉത്തരവാദിത്തം ഉണ്ടാവുക ലൈഫിൽ.